വെബ് സീരീസ് കണ്ട് കവർച്ച ആസൂത്രണം ചെയ്ത സംഘത്തെ സിനിമാ സ്റ്റൈലിൽ പിടികൂടി കർണാടക പോലീസ്. ദാവണഗരയിൽ 5 മാസം മുൻപ് നടന്ന ബാങ്ക് കവർച്ചാ കേസിലെ പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. സമീപകാലത്തുണ്ടായ ബാങ്ക് കവർച്ചകൾ കർണാടക പോലീസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിലൊന്നായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന ദാവൺഗരെ നിയമതി ബാങ്കിൽ നടന്ന കവർച്ച. 17 കിലോഗ്രാം സ്വർണമാണ് അന്ന് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഏകദേശം 13 കോടി രൂപയുടെ കവർച്ച. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെയായിരുന്നു കവർച്ച. അതുകൊണ്ട് തന്നെ പോലീസിന് അന്വേഷണം ഏറെ ശ്രമകരമായി. ഇതിന് പിന്നാലെ 6 സംഘങ്ങളെ അന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു. വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണത്തിൽ നിയമതിയിൽ ബേക്കറി ബിസിനസ് നടത്തുന്ന വിജയകുമാർ എന്നയാളിലേക്ക് എത്തി. അടുത്തിടെ ഇയാളുടെ സാമ്പത്തിക നിലയിലുണ്ടായ അപ്രതീക്ഷിത വളർച്ചയാണ് സംശയമുന നീളാൻ കാരണം. ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതോടെയാണ് കവർച്ചയുടെ ചുരുളഴിയുന്നത്. വളരെ ആസൂത്രിതമായാണ് സംഘം കവർച്ച നടത്തിയത്. ഇതിനായി 6 മാസത്തോളം പരിശീലനം നടത്തി. തമിഴ്നാട് സ്വദേശിയായ വിജയകുമാറിന്റെ കുടുംബം വർഷങ്ങളായി നിയമതിയിൽ ബേക്കറി ബിസിനസ് നടത്തിവരികയായിരുന്നു. അടുത്തിടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് വേണ്ടി കവർച്ച നടന്ന SBI ബാങ്കിൽ ഇയാൾ ലോണിന് അപേക്ഷിച്ചു. പലവിധ കാരണങ്ങൾ കൊണ്ട് അപേക്ഷ ബാങ്ക് തള്ളി. ഇതോടെ നിരാശനായ വിജയകുമാർ കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഇയാളുടെ സുഹൃത്തുക്കളായ അജയ്, പരമാനന്ദ് എന്നിവരെയും കൂടെ കൂട്ടി. പ്രദേശവാസികളായ മറ്റു 3 പേർ കൂടി ചേർന്നതോടെ പദ്ധതി തയ്യാറായി. OTT പ്ലാറ്റ്ഫോമുകളിലെ പ്രധാന വെബ് സീരീസുകൾ കണ്ടാണ് പദ്ധതി തയ്യാറാക്കിയത്. കഴിഞ്ഞ ഒക്ടോബർ 28 രാത്രി ഹൈഡ്രോളിക് കട്ടറുകൾ ഉപയോഗിച്ച് ബാങ്കിന്റെ ജനൽ തകർത്താണ് സംഘം കവർച്ച നടത്തിയത്. ഇതിനുശേഷം CCTV ക്യാമറയുടെ DVRും കൈക്കലാക്കി നശിപ്പിച്ചു. തുടർന്ന് സ്വർണം ലോക്കറിലാക്കി വിജയകുമാറിന്റെ സ്വദേശമായ മധുരയിൽ ഒളിപ്പിച്ചു. കൂട്ടുപ്രതികൾക്ക് മതിയായ പാരിതോഷികവും നൽകി. ആദ്യം ഉത്തരേന്ത്യൻ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സംശയിച്ചെങ്കിലും അന്വേഷണത്തിൽ പ്രാദേശിക പങ്കാളിത്തം വ്യക്തമായി. ബാങ്കിൽ നിന്ന് ലോൺ നിഷേധിച്ചതാണ് അതേ ബാങ്കിൽ തന്നെ കവർച്ച നടത്താൻ കാരണമെന്നും വിജയകുമാർ പറയുന്നുണ്ട്. പ്രതികളിൽ നിന്ന് 17 കിലോ സ്വർണവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.